ഭയങ്കര മഴ. ഞങ്ങൾ വടക്കേ യാത്ര. നമ്മളിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞു, അനുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ശില്പ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് അവളെ വയറ്റിലേക്ക് പോയി. നമ്മളിപ്പം വർക്കലയ്ക്ക് പോവാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അതെ, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് വർക്കലയിലേക്കുള്ള ട്രെയിനാണ്. ശില്പയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ശില്പയ്ക്ക് അവധി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രം അവധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകുകയാണ് വർക്കല. അച്ചു വർക്കല. ചത്ത് ഉറക്കം ശരിയാവാത്തോണ്ട് ഇന്നലെ ആകെ 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഷോപ്സ് ഒക്കെ നടക്കുവാണ്. ഷോപ്സ് ഒന്നും കിട്ടുന്നില്ല. ഷോപ്സ് അങ്ങോട്ടൊന്നും കടയില്ല. ഇനി കടകളുണ്ടായാൽ മതിയായിരുന്നു. ബീച്ച്, ആ സൈഡിൽ ബീച്ചുണ്ട്. ഞങ്ങള് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. സാൻ ഫ്രാൻസിസ്കോ. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ബട്ടർ ചിക്കനും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ബിക്കോസ് ഇപ്പം ഭയങ്കര വിശന്നിരിക്കും. അപ്പം എന്തേലും ഇവിടെ കുറേ ഐറ്റംസ് ഇല്ല. ഞങ്ങൾ കണ്ട കടയിൽ അങ്ങ് ഫസ്റ്റ് കയറി. ഞങ്ങൾക്ക് മതിയായി, വിശന്ന് പൊരിഞ്ഞു. അതുകൊണ്ട് എന്തേലും ഒന്ന് കഴിച്ചാൽ മതി എന്നായിരുന്നു. അതുകൊണ്ട് ഓർഡർ ബട്ടർ ചിക്കൻ. ഇവിടെ അപ്പുറത്ത് തന്നെ ജസ്റ്റ് നോക്കിയ ബീച്ചാണ്. നൈറ്റ് ആയതുകൊണ്ടൊന്നും കാണാൻ വയ്യ. നാളെ ആവുമ്പം നല്ല വ്യൂസ് ഒക്കെ കാണാം. അപ്പൊ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഫുഡ് വന്നിട്ട് ഇനി കാണിച്ചു തരാം. എടുത്തോ. താങ്ക് യു. കുഞ്ഞു കാലേ. The next day. ഹലോ, ഞങ്ങള് രാവിലെ എണീറ്റ് നന്നായിട്ട് ഉറങ്ങി. ഞങ്ങൾക്ക് ഭയങ്കര ഉറക്ഷമുണ്ടായിരുന്നു. അതൊക്കെ തീർന്നു നന്നായിട്ട് ഉറങ്ങിയിട്ടിപ്പം 12 മണിയായി. ഞങ്ങൾ ഇപ്പം വർക്കല സൗത്ത് ക്ലിഫിൽ ഇന്ന് പോകാമെന്നാണ് വിചാരിച്ചിരുന്നു. സൗത്ത് ക്ലിഫിലേക്കാണ് യാത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കും. ഫസ്റ്റ് കാര്യം ഫുഡ് കഴിച്ചിട്ടില്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം അത് കഴിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൗത്ത് ക്ലിഫിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. പിന്നെ വലിയ പ്ലാൻസ് ഒന്നുമില്ല, ജസ്റ്റ് റിലാക്സ് ചെയ്യുക, അതാണ് പ്ലാൻസ്. ബീച്ച് വ്യൂ. നല്ലൊരു ബീച്ച് വ്യൂ കാണിക്കാം അമൃത. നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇന്നലെ നൈറ്റ് ഇവിടെയാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ സൗത്ത് ക്ലിഫിലേക്കാണ് പോകുന്നത്. ഇത് ഭയങ്കര തിരക്കാണ്. അപ്പം നാളെ ഷോപ്പ് ചെയ്യാനൊക്കെ വേണ്ടി വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ സൗത്ത് ക്ലിഫിലേക്ക് വരാൻ ബസ് കയറിയിട്ട് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി ബസ്സിൽ. ഇവിടെയാണ് അമ്പലം. ഇത് അമൃത.
ഓട്ടോയ്ക്ക് ഇവിടെ ഭയങ്കര പൈസയാണ്. 150 രൂപയൊക്കെയാണ് ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ പോകുന്നതിന് അവർ ചാർജ് ചെയ്യുന്ന പൈസ. ബസ്സിന് വന്നപ്പോൾ 20 രൂപയായുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം, പക്ഷേ അതാണ് ലാഭം. കടകളിൽ എന്തായാലും നല്ല പൈസയാവും. അപ്പോൾ പിന്നെ ട്രാവലിന് എന്തിനും ഇത്രയും പൈസകൾ ഓർത്തിട്ട് ഞങ്ങൾ ബസ്സിന് വന്നു. കുറച്ച് നടന്നാൽ മതിയല്ലോ. ഇനി അടുത്ത കട ബസ്സിനും വരണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നില്ലേ നോർത്തുനിന്ന് സൗത്തിലോട്ട് പോവാൻ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയാൽ മതിയായിരുന്നു. എനിക്കിപ്പോഴാണ് ഈ കത്തുന്ന ഇതല്ല എന്നുവെച്ചാൽ നമ്മള് വീണ്ടും വന്ന സ്ഥലത്ത് വരുമ്പോഴല്ലേ വഴികൾ മനസ്സിലാവുന്നത്. ആദ്യം ഒരു പുകയായിരുന്നു, ഇപ്പൊ മനസ്സിലായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, സൗത്ത് ക്ലിഫിൽ നിന്ന് നടന്ന് അങ്ങ് നോക്കി പോവാം. ഷോർട്ട് കട്ട് ഉണ്ട്. ആണോ? എനിക്ക് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ച് നമുക്ക് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അതിലേ നടന്നു കയറാം. അതാണ് അമൃതന്റെ പ്ലാൻസ്. അതാണ് മെയിൻ. എനിക്കെല്ലാം സാധനം എന്റെ മെമ്മറിയിലുണ്ട്, പക്ഷെ അത് വരണം. എന്തെങ്കിലും കാണുമ്പോഴായിരിക്കും കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. ഓക്കെ, സൗത്ത് ക്ലിഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബീച്ച് വ്യൂ. സംഭവമൊന്നുമല്ല, എന്നാലും എന്തോരം വേസ്റ്റ് ആയിട്ടേക്കുന്ന അവിടെ നോക്ക്. നമുക്ക് ഇവിടെ ഇരുന്നാലോ കുറച്ചേരം? ഞങ്ങളിപ്പോൾ സൗത്ത് ക്ലിഫിൻ്റെ ബീച്ചിലെത്തി. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഓണാവുള്ളൂ തോന്നുന്നു. ഇപ്പം ഭയങ്കര തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. വലിയ ഭയങ്കര തിരക്കെന്ന് പറയാനില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട്. ക്ലിഫ് അമൃത ഇവിടെ ഇരിപ്പുണ്ട്. അമൃതയോടെ സ്റ്റൈലായിട്ടിരിക്കുകയാണ് വിത്ത് ബീച്ച് വ്യൂ. കണ്ടോ, അധികം ആൾക്കാരൊന്നും ഇല്ല, കുറച്ചുണ്ട്, എന്നാലും ഓവർ ആൾക്കാരില്ല. പക്ഷെ ഭയങ്കര സൈലൻസ്, ഭയങ്കര കാമായിട്ടുണ്ട്. നല്ല രസം. കുറെ നാൾക്ക് ശേഷം വാങ്ങിക്കുക മദാമ പോട. കുറെ നാളായി കഴിച്ചിട്ട്. എവിടെ? അതാ അല്ല, ഞാൻ കണ്ട് ഡേഞ്ചർ സോണാണ്. ചുമ്മാ അവിടേക്ക് പോയി നോക്കിയില്ല. ഈ വഴി ഇങ്ങോട്ട് വരാനുള്ളതിനാണ് ഞങ്ങളിവിടെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് കയറിയ കോമഡിയായിരുന്നു. എനിക്കിവിടെ ബാർഗെയിൻ ചെയ്യാനുള്ള ആ സംഭവം മറന്നിരിക്കുമായിരുന്നു. ഒരു കടയിൽ കയറി ഞങ്ങൾ പാൻറ് നോക്കി. അവർ ഇത് ജസ്റ്റ് ഒരു കോട്ടൺ പാൻറ്, അതിന് 650 ആണ് പറഞ്ഞത്. ഓഹ്, ഇവിടെ ഞങ്ങൾ പറഞ്ഞു 300 പറഞ്ഞു ആദ്യം. അല്ല, ആദ്യം 200 പറഞ്ഞു. അപ്പോൾ അത് സമ്മതിച്ചില്ല, 250 സമ്മതിച്ചില്ല. അവസാനം 380 വരെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ പറഞ്ഞു എനിക്ക് പിന്നെ വേണ്ട, 450 പറയുക. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞ് എടുത്തു ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് അവസാനം 350ക്ക് ഓക്കെ ആയി. 650 പറഞ്ഞ സാധനമാണ്. ശരിക്കും അത്ര 350ക്കുള്ള സാധനം പോലും ഇല്ല, എന്നാലും 200 ജസ്റ്റ് എനിക്ക് ഒരു പാൻറ് വേണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് മേടിച്ച്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ബാർഗെയിൻ ചെയ്യുന്നത്, അതിന്റെ ഒരു കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് 350ക്ക് മേടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ 200 നിങ്ങൾക്ക് പറഞ്ഞ് മേടിപ്പിക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് ബാർഗെയിൻ സ്കിൽസ് ഉള്ളവർക്ക് പറ്റും. അതെ, ഞങ്ങളത് ആദ്യത്തെ ട്രൈ ആയിരുന്നു. അത് ഇനി ഓരോ വട്ടം ഞങ്ങളത് ട്രൈ ചെയ്തതായിരിക്കും. അതുകൊണ്ട് വർക്കിൽ വരുന്ന എല്ലാവരും ബാർഗെയിൻ സ്കിൽസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് സാധനങ്ങൾ കുറച്ച് മേടിക്കാം. ഞങ്ങളിപ്പം നടന്നൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. പേര് ഞാൻ അടിയിൽ കൊടുക്കാൻ, എനിക്ക് പേര് അറിയത്തില്ല. ഞങ്ങൾ നല്ല ക്രാബ് റോസ്റ്റും ഫിഷ് തവ ഫ്രൈ ആണ് പറഞ്ഞേക്കുന്നത്. ശരി.
നല്ല ബീച്ച് വ്യൂ ഒക്കെ ഉണ്ട്. കാണിച്ചു തരാം. വ്യൂ ഇങ്ങനെയാ. മോളാ മേരെ മോളാ. നിന്റെ മുഖം കണ്ട ഇങ്ങനെ. ആണോ? ഇതാണ് അമൃതം. ക്രാബും ഫിഷ് തവ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. മുടിയൊക്കെ ആകെ അലമ്പായി. ഇങ്ങനെ വെക്കുന്നതില് അയ്യോടി എന്റെ മൊട്ടാണ് തുറക്കുവാണ്. ആ ഇത് മറ്റേ ഒരു സംഭവം ഉണ്ട് കണ്ട, ഇതാണ് ആ കൊച്ചി ഇപ്പൊ കേൾപ്പിച്ചിട്ട് പോയെ. ഓക്കെ, നമ്മളതിനെ നശിപ്പിക്കുവാണോ? കൊള്ളാല്ലേ? വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ ഈ ഒരു ഏരിയസ് മഞ്ഞപ്പൂ അതിലെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാക്ടസ് അല്ല, അത് മണ്ണല്ലേ, കരി മണലല്ലേ, അതിലല്ലേ കിളിക്കൂ. ചെങ്കൽപ്പാറ. മഴയത്ത് വെട്ടു നിങ്ങള് റേഡിയോ റെക്കോർഡിംഗ് ഇപ്പോഴാണ് ഉണക്കിയ റെന്റിൽ സ്കൂട്ടർ എടുക്കാൻ പോയത്. അപ്പോഴാണ് ഞങ്ങൾ രാവിലെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ വിഷമിച്ച് തിരിച്ചു പോവുമായിരുന്നു. അപ്പം അമൃതൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്, ലേണേഴ്സ് ലൈസൻസ് ഉണ്ട്. അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ തിരിച്ചുപോയി. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുന്നതെന്ന് ചോദിക്കാൻ. അപ്പം പുള്ളി പറഞ്ഞു പോവാന്ന് പറഞ്ഞ് വേറൊരു സ്കൂട്ടി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു. A few moments later. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് മഴ, ഭയങ്കര മഴ. It was at this moment he knew. അല്ല ചാടിപ്പോവാൻ ഓവറുള്ളില്ല, എനിക്ക് തോന്നുന്നില്ല, അതിനേക്കാളും വെള്ളമായിട്ട്. കണ്ട നല്ല വെള്ളവാ, നല്ല വെള്ളവാ. ഞങ്ങൾ മഴ നനഞ്ഞ അവസാനം ഡാർജിലിംഗ് കഫേയിലേക്ക് എത്തി. Day 2. ഞങ്ങൾ
ഞങ്ങളിപ്പോൾ കയാക്കിങ്ങിന് മോർണിംഗിൽ ഇറങ്ങി. ആദ്യം വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നു. പക്ഷെ ഭയങ്കര മഴ കണ്ടോ, ഭയങ്കര മഴയാണ്. പക്ഷെ ഇവർ പറയുന്നത് മഴയത്ത് പോകുന്ന വേറൊരു വൈബാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ വൈബ് പിടിച്ചു പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, അടിപൊളി. ഞാൻ കാണിച്ചു തരാവേ. നല്ല അടിപൊളി സ്ഥലം. മാംഗ്രോവ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പേര് അവിടെ ബോട്ടിങ്ങും സ്വിമ്മിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഞങ്ങളിനി അപ്പുറത്തേക്ക് പോകണം കേട്ടോ. അവിടെ നിന്നാണ് ഇവിടെ. സോ എക്സൈറ്റഡ്. നമ്മുടെ ഗൈഡ് ചേട്ടൻ വള്ളത്തിൽ കയറി പോവാണ്. ഞങ്ങൾ പ്രോയായി. ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ റെഡിയായി. അയ്യോ അയ്യോ, അവിടെ ഒരു കൊക്ക് നിൽക്കുന്നു. നമ്മൾ ഈ മാംഗ്രോവ്സിന്റെ ഉള്ളിൽ കൂടെയാണ് ഇനി പോകാൻ പോകുന്നത്. കണ്ട ചുറ്റും മാംഗ്രോവ്സ് ആണ്. ഇപ്പൊ കരിക്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നോക്കും, കരിക്ക് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര പ്രൊഫഷണലായി മാറി, പാർക്ക് ചെയ്യാൻ വരെ പഠിച്ചു. നല്ല കരിക്കൊക്കെ വെട്ടുന്ന കണ്ടോ. അയ്യോ ഇങ്ങോട്ട് തരുന്ന ബേക്കരിക്ക് ഞങ്ങൾക്കാണോ? ബ്ലറാക്കണോ? ആ എന്നാ വേണ്ട. അയ്യോ നിങ്ങളതേ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാം. അത് ഇവിടെ നിക്കുന്ന എന്തിനാ? എന്റെ ഉള്ളിലാണ്. ഡെലു ഇവിടെ വന്നിട്ടുണ്ട്. ഡെലുവിന് ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് അങ്ങോട്ട് കളിക്കുവോ വെള്ളത്തിൽ. കൊറേ വവ്വാലുകളിത്. ഓ മൈ ഗോഡ്, എന്തോരാ നോക്ക്. നിങ്ങളിത് കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, തിരിച്ചെത്തി. കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇതാണ് ഞങ്ങൾ കമ്പനി, മാംഗ്രൂവ് അക്വാറിയം. നല്ല ഗൈഡായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. പുള്ളി ഭയങ്കര കാമായിട്ടൊക്കെയാണ് ഞങ്ങളോട് സംസ്കരിച്ച്. ഫ്രണ്ടിനെ പോലെ നല്ല മനുഷ്യനായിരുന്നു. പുള്ളി ഇനിയിപ്പോൾ വള്ളത്തിൽ ആൾക്കാരെ കൊണ്ടുപോകും അപ്പുറത്തേക്ക്. ഇനി എന്താ പ്ലാൻസ് എന്ന് അറിയത്തില്ല. മിക്കവാറും ഞങ്ങൾ കാപ്പിൽ ബീച്ച് വരുന്ന വഴിയായിരുന്നു, സ്കൂട്ടറിൽ ഞങ്ങൾ വന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പം മിക്കവാറും കാപ്പിൽ ബീച്ചിലേക്ക് പോകും, അല്ലെങ്കിൽ
വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. കുറേ ബീച്ചും കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഏതിലൊന്നിൽ പോവും. വരുന്ന വഴി നല്ല വ്യൂസ് ആയിരുന്നു ആ കാപ്പിൽ ബീച്ചിൽ. ഞങ്ങൾ പോകുമ്പോൾ മഴയായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ നിന്നു കേട്ടോ. പിന്നെ വെയിലായില്ല, ഇങ്ങനെ ഒരു മൂടൽ. ഇപ്പം പയ്യെ വെയിലൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് സൺസെറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വരുന്നതിൽ ആ കാപ്പിൽ ബീച്ചിൽ നല്ല രസമാണ് സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ. അപ്പോൾ ഓക്കെ, ഞങ്ങളിപ്പോൾ കാപ്പിൽ ബീച്ചിലെത്തി. മാംഗ്രോവ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് കടലും ഇപ്പുറത്തെ സൈഡ് കായലുമാണ്. ഞാൻ കാണിച്ചില്ല. ഈ സൈഡ് കടൽ. ഇവിടെ കായല്. അമൃത നിൽക്കുന്ന ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമാണ്. ശരിക്കും നല്ല രസമാണ്. ഞങ്ങൾ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുമായിരുന്നു ആദ്യം. പിന്നെ ഞങ്ങളിപ്പം ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. കല്ലിൽ നോക്കി, ഈ കല്ലിൽ നോക്കി കക്ക. കുറേ കക്ക. ഐ ലവ് കാപ്പി. അവിടെ ആരൊക്കെയോ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. അവിടെ ആഴം ഇല്ലാന്ന് തോന്നുന്നു. അവിടെ ഉയരം കുറവാ. അത് കൊള്ളാം. ഇവിടെ കുറെ സ്വിമ്മിങ് സ്പോട്ട്സ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സ്വിമ്മിങ് അറിയത്തില്ല. സ്വിമ്മിങ് അറിയാത്തോണ്ട് ഞങ്ങൾ എവിടെ ഇറങ്ങുന്നില്ല. ഇതാണ് സ്പോട്ട്, കാപ്പിൽ ബീച്ച്. അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കായലാണ് നമ്മുടെ ഫ്രണ്ടില്, ബാക്കില് കടല്. അങ്ങനെ കായലും കടലും കൂടി ചേരുന്ന ആണ് ഇവിടെ കാപ്പിൽ ബീച്ച് ഏരിയ. അതെ, നമ്മൾ മഴക്കാറാണ്. ഞങ്ങൾക്ക് സൺസെറ്റ് മാത്രം കിട്ടുന്നില്ല. വന്ന സീസൺ ശരിയായില്ല, അതുകൊണ്ടാണ്. നമുക്ക് സീസണിൽ വന്നാൽ നല്ല സൺസെറ്റ് ഒക്കെ കാണാൻ ഇവിടെ അടിപൊളി. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കടലും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. കടല് ഞാൻ കാണിച്ചു കൊടുത്തു. കടലൊക്കെ കണ്ടു. ഇവിടെ ഞങ്ങൾക്ക് സ്പോട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇവിടെ വന്ന് അങ്ങ് ഇരിക്കുവാണ്. നല്ലൊരു സ്പോട്ടാ. നല്ല ക്ലിയർ വെള്ളാട്ടോ, നല്ല ക്ലിയറാ, അടിപൊളി. ഇന്നലെ ഞങ്ങളാ മഴ കഴിഞ്ഞിട്ടുള്ള ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ഡാർജിലിംഗ് കഫേയിലേക്ക് പോകുന്ന വഴി ഭയങ്കര മഴയായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഫുള്ള് വെള്ളമായിരുന്നു. ഒരു ഭാഗത്ത് പോലും വെള്ളം ഇല്ലാണ്ടില്ല. ഷൂവൊക്കെ നനഞ്ഞ് ചീഞ്ഞ്, ചെരുപ്പൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ചെരുപ്പ് കൊണ്ടുവരാത്തോണ്ട് ഷൂ ഇട്ടിട്ട് ഷൂ ഒക്കെ ഫുള്ള് നനഞ്ഞ് ചീഞ്ഞൊരു പരിവായി. അയ്യോ, ചെരുപ്പ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ജോണിക്കുള്ള ഒരു കടയിൽ കയറാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു രസമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത് ഡാർജിലിംഗ് കഫേയിലേക്ക് തീരുമാനം മാറ്റി തിരിച്ചു വന്നതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അല്ലെ. തിരിച്ച് നമ്മൾ എവിടുന്ന് പോയോ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയുള്ളതല്ല. അതെ, ഞങ്ങൾ ഡാർജിലിംഗ് കഫേയിൽ കയറിയപ്പോൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലോഫി പോലത്തെ മ്യൂസിക് ഒക്കെ ആയിരുന്നു. അപ്പം സോഫ്റ്റ് മ്യൂസിക് ആയപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാന്നൊക്കെ ഓർത്തിട്ട് ഓർത്താണ് പോയത്. പക്ഷെ ആദ്യം ഭയങ്കര പിന്നെ ഞങ്ങൾ ആ വൈബ് പിടിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ പോകാൻ എവിടെയും പറ്റത്തില്ല, മഴ ആയതുകൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വൈബായിട്ടോ. കുറേ ആൾക്കാർ ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. പുറത്തുനിന്നുള്ള ഇംഗ്ലണ്ടിൽ നിന്നൊക്കെയുള്ള കുറച്ച് പേര്, അവരെല്ലാവരും കുറേ രാജ്യത്തു നിന്നുള്ള 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറേ ഉണ്ടായിരുന്നു. നല്ല എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. എൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങൾ ആ കമൻറ്റിൽ അങ്ങനെ അവിടെ അങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് ഇരുന്ന്. കഴിഞ്ഞപ്പോൾ ഒരു 1 മണിയൊക്കെ ആയി. നമ്മൾ ഒരു 1 മണിയുടെ പേരെന്തായിരുന്നു? യൂറോപ്പിലെ
ഇംഗ്ലണ്ട് നിക്കിയും പിന്നെ സ്വീഡിഷ്കാരിയും ഉണ്ടായിരുന്നു ഒരാളെ, പുള്ളിക്കാരുടെ പേര് ചോദിച്ചില്ല. പിന്നെ വേറെ തായ്ലൻഡിൽ നിന്നാന്ന് തോന്നുന്നു കുറച്ച് കപ്പിൾസ് ഉണ്ടായിരുന്നു. കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. പിന്നെ ഹൈദരാബാദിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല വൈബായിരുന്നു, നല്ല നല്ല രസമായിരുന്നു. കഴിഞ്ഞപ്പോൾ ഒരു 1 മണിയൊക്കെ ആയി, ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി. ഇപ്പോഴേക്ക് മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞു, അതുകൊണ്ട് വെള്ളമൊക്കെ വഴിയിൽ നിന്ന് കുറഞ്ഞു, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര സീനായിരുന്നു. നല്ല സീനായിരുന്നു. നല്ല സീനായിരുന്നു. ഈ മുറിവൊക്കെ അതെ, അമൃതയുടെ കയ്യില് മുറിഞ്ഞ് അവിടെ ഒരു ഇങ്ങനെ കമ്പി പോലെ ഉണ്ടായിരുന്നു. ഞങ്ങള് സൈഡിൽ കൂടി ഇങ്ങനെ മതില് പിടിച്ച് ഫുള്ള് വെള്ളമായിരുന്നു, അതുകൊണ്ട് മതില് പിടിച്ച് അവിടെ ഒരഞ്ഞ് വെള്ള കൈ. അതിന്റെ ഒരു ഓർമ്മയ്ക്ക് ഒരു പാട് കിട്ടിയിട്ടുണ്ട്. ഒരു പാടാണ്. അതെ, നല്ലായിരുന്നു. ഞങ്ങൾ വന്നിട്ട് എൻജോയ് ചെയ്തു. ഇന്ന് ഞങ്ങള് അവിടെ ഉണ്ട് പരിപാടി, അവിടെ ഗേൾസിന് ഫ്രീ എൻട്രി ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അവിടെ പോകുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ സാൻഡി ബേയിൽ പോവായിരിക്കും, ഉറപ്പില്ല. ഞങ്ങൾ നോക്കണം പരിപാടി എങ്ങനെയാണ്. ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ ചില്ല് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് റിഫ്രഷ് ആയിട്ട് സാൻഡി ബേയിൽ പോകും. അതോടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നാളെ ഞങ്ങൾ വീട്ടിൽ പോകും. അയ്യോ, പക്ഷെ ഉള്ളതെല്ലാം നല്ലതായിരുന്നു. ഇവിടെയൊക്കെ കുറെ ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് കയാക്കി, എല്ലാവരും കുളിക്കാൻ വരുന്ന സ്പോട്ടായത്. സ്വിമ്മിങ് അറിയായിരുന്നു. സ്വിം ക്ലോത്ത്സ് ഒന്നും എടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്വിമ്മിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങായിരുന്നു ഞാൻ. പക്ഷെ മാംഗ്രൂവ്സിൻ്റെ അവിടെ വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു, ചുമ്മാ കാലൊക്കെ നനയ്ക്കാനായിട്ട്. ഇത് ശരിക്കും ഈ കടലും ഈ കായലും കൂടി ജോയിൻ ആവുന്ന സ്ഥലമാണ് ശരിക്കും. ഇവിടം വരെയൊക്കെ കടൽ കയറും. കുറെ ആൾക്കാർ അവിടെ കുറച്ച് വെള്ളത്തിൽ കളിക്കുന്നതല്ല. ഇവരിവിടെ കുറച്ചൊരു മണ്ണിൽ പെട്ടുപോയി. അവിടെ നിന്ന് സൂര്യൻ അടിച്ചിട്ട് അവിടെ മാത്രം തിളങ്ങി. പോയി